ഇനി പേരെ പോയാൽ വല്ല വെള്ളം കിട്ടുമെന്നാവാൻ. എവിടേക്ക് പെരയിലാരും ഇല്ലേ? കുറച്ച് വെള്ളം അടിക്കുക. നിങ്ങൾക്ക് ഇത്രയും കുടിച്ചതൊന്നും പോരെ, നാളെ സ്കൂൾ ഇറക്കാണ്. എനിക്ക് ബുക്കും ബാഗും ഒന്നും വാങ്ങി തരണ്ടേ? ഈ വെള്ളം തരുന്നില്ലേ? എനിക്ക് എന്നെ പഠിപ്പിക്കാൻ യാതൊരു സൗകര്യമില്ല. എന്നെ പഠിപ്പിച്ച ആശനിലേക്ക് നല്ലോ മൂക്കൊറ്റം കുടിച്ച് ആർക്കും നടക്ക സുഖമായിട്ട് ആ സുഖം. എന്താ നിങ്ങൾക്ക് ആരാണ്ട് വീട് പോകണം മക്കളെ പഠിച്ചു? എന്താ മക്കളൊക്കെ കാര്യം? വെള്ളം കൊണ്ടുപോയിട്ട് അച്ഛക്ക് പഠിക്കണം, അച്ഛക്ക് പഠിച്ച് വലിയ ആളായിട്ട് ജോലിയൊക്കെ വാങ്ങണം. അച്ഛ എന്താ അച്ഛങ്ങൾ ഇങ്ങനെ? തൽക്കാലം എൻ്റെ മകള് ഒരു കാര്യം ചെയ്തോ, ഇവിടെ പഠിച്ച് പെരയിലെ പഠിത്തം കുത്തിരുന്നു. അച്ഛക്ക് പണിയും തോറും ഇല്ല, ആരും പണിക്ക് വിളിക്കണമില്ല. പഠിക്കണ്ട പറഞ്ഞാൽ പഠിക്കണ്ട തന്നെ. എവിടുന്ന് പഠിപ്പിക്കണം? ഞാൻ വീട്ടിൽ ഉള്ള പണിത്തോടെ ഇരുന്നാൽ മതി. അച്ഛാ, നിങ്ങൾക്ക് പൈസ തന്നിട്ടില്ലെങ്കിലും വേണ്ട. എൻ്റെ പഠിപ്പിക്കണ മാഷും എൻ്റെ ഇപ്പോഴുള്ള കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്നെ പൈസ തന്ന് സഹായിക്കണം. ഓരോ സ്കൂളിലേക്ക് ബാഗും ബുക്കൊക്കെ തൂക്കി പോകുമ്പോ എനിക്കൊരാഗ്രഹം ഉണ്ടാവില്ല പഠിക്കാൻ പോണെന്ന്. പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട. ഞാൻ നിന്നെ പഠിപ്പിക്കില്ല, നീ സ്കൂളിലേക്ക് പോകാവില്ല. പോടി അകത്തെ. നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടൂല. അത് വിചാരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഓളൊരു കോപ്പിലെ പഠിപ്പ് ഓളും കാപ്പുണ്ടാക്കും. ഇവിടെ പാത്ത് തീടത്തിനാൻ കഴിച്ചു. ഇവിടെ ഒന്നിപ്പോ ഈ നായൊന്നും ഇല്ലേന്ന് ഇപ്പൊ ഇവിടെ. ഇത് കുറച്ചുള്ളു നടക്കാൻ പറഞ്ഞിട്ട് ഇത് എത്രങ്ങാനും പോകുന്നു നമ്മള്. ഞാൻ ആദ്യം പോന്നീന്ന് എപ്പൊ ഇത്രയൊന്നും ഇല്ലേന്ന് കയറ്റം ഇവിടെ. ഇവളൊക്കെ അതാ കിതക്കണോ? ഞാനൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ്. എവിടെയാണ് ഇവിടെ വീട്? ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതിപ്പോ നടന്ന് നടന്ന് ഭൂമിന്റെ അറ്റത്താനായിക്കണല്ലോ. ആ മാഷ ഇതന്നെയാണ് വീട്. ഇതാണ് വീട്, ഉറപ്പുണ്ടോ? ഞാനും വന്നേക്കണോ? ആ മാഷ ഇവിടെ ആരും കാണാനില്ലല്ലോ. ആരെല്ലാം കണ്ടോ? നമുക്ക് നോക്കാം, വെല്ലടിച്ചൊക്കെ പോയിക്കാണ്ടേ. ആർദ്ര എന്നാ അങ്ങോട്ട് വന്നാ ഞങ്ങള് സാധനം കൊണ്ടുവന്നു. ആരൊക്കെ നിങ്ങള്? എന്താ കാര്യം? ഞങ്ങള് ആർദ്രന്റെ ഫ്രണ്ട്സാ. ഇത് ഞങ്ങളെ പുതിയ മാഷ. സ്കൂളൊക്കെ തുറക്കല്ല, അപ്പൊ വാട്സപ്പിലൊന്നും ഓളെ കണ്ടില്ല. അപ്പൊ മാഷ് ചോദിച്ചപ്പോ ഞങ്ങൾ മാഷിനെ കൂട്ടി വന്നതാണ്. മാഷായാലും പാടില്ല, കൂശായാലും പാടില്ല. ഞാൻ ബാക്കി പഠിക്കുന്ന താല്പര്യമില്ല. ഞാൻ ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ട് ഇവിടെ. എന്ത് മനുഷ്യനാണ് നിങ്ങള്? ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? കുട്ടികളെ പഠിപ്പിക്കൂല പറഞ്ഞാല് എങ്ങനെ? പെൺകുട്ടിയല്ലേ പഠിപ്പിക്കണ്ടേ? എന്റെ മോളെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഞാനാണ്, അത് നിങ്ങളല്ല. നിങ്ങളിപ്പോ നിങ്ങൾ പണിക്ക് പോയിക്കോളി. അല്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? മക്കളെ പഠിപ്പിക്കേണ്ട അച്ഛൻ്റെ അമ്മമാരെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾക്ക് കയ്യിലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് സമൂഹം ഏറ്റെടുക്കും. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ പറഞ്ഞയക്കുന്ന രീതിക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോവുക. നിങ്ങൾ ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ. ആർദ്ര ഒന്നിങ്ങോട്ട് വന്നാ. ദീപം ദീപം ആ നിങ്ങളെപ്പോഴാ വന്നു? ഞാൻ അകത്ത് വിളക്കെത്തിക്കണ പണിയിലായിരുന്നു. പിന്നെ വിളക്ക് നിങ്ങൾ വെക്കോ? ഞാൻ വെക്കേണ്ടി വരും. പറ്റൂലെങ്കിൽ നിങ്ങളെ കുടിച്ചതിന്റെ കെട്ടിറങ്ങിയിട്ടില്ല. ആദ്രെ നാളെ സ്കൂൾക്ക് വരണം കേട്ടോ. എനിക്കുള്ള ബുക്കും ബാഗും ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും വേണ്ടില്ല, അച്ഛൻ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളോട് പറയുള്ളൂ. നീ അകത്ത് കയറി പോ. നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ മോളെ കൊണ്ടേ പഠിപ്പിക്കും. നിങ്ങൾ ആരാണ്? നീ മാഷൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. തനി സ്വഭാവങ്ങൾ എനിക്കറിയില്ല. നാളെ എന്തായാലും വേണ്ടില്ല, ഈ സ്കൂൾക്ക് വന്നു കേട്ടോ. വരണം എന്തായാലും. നിങ്ങളോളെ എതിർക്കാൻ നിൽക്കണ്ട. എതിർത്താൽ നമുക്ക് അങ്ങാടി നിന്ന് കാണേണ്ടി വരും. പിന്നെ എൻ്റെ വേറൊരു മുഖമുണ്ട്, അത് നിങ്ങൾ കാണിപ്പിക്കരുത് കേട്ടോ. ഈ കുട്ടികളായിട്ട് ഞാൻ എടുക്കണില്ല ഞങ്ങളിവിടെ കേട്ടോ. അത് വന്നോണ്ടിട്ടാ. അതാ ബുക്ക് കൊടുത്തേ. എന്നാ മേടിച്ചോ. ആ വേഗം കൊടുക്ക്. അപ്പൊ നാളെ വരണം കേട്ടോ. അച്ഛൻ എതിർക്കണ്ടതിന് അറിയിക്കണേ കേട്ടോ. വരും മക്കളെ, പോവാ നമുക്ക്. നാളെ വരണം കേട്ടോ. വണ്ടി കൊറേ ദൂരം ഇട്ടു, ഞാൻ അങ്ങോട്ടൊക്കെ നടക്കണ്ടേ. എന്നാ ശരി കേട്ടോ മക്കളെ. നാളെ എല്ലാവരും വരാം, നേരത്തെ തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ ശരി മാഷേ. ആ മാഷേ, എന്തൊക്കെയാ പോയിട്ട് കാര്യം? ഉഷാറായോ? ആളൊന്നും പൊട്ടിക്കണ്ടെന്നാ? പകുതി ഓക്കെ ആയിക്കണോ? ഇനി നാളെയും കൂടി നോക്കട്ടെ, എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. അല്ലാണ്ട് കൊടുത്തോളൂ, ചിലർക്ക് അങ്ങനെ പറ്റുള്ളൂ. അതേ നടക്കുള്ളൂ. എന്നാ ശരി മാഷേ. ഓക്കെ.